1.5 കോടിയോളം വരുന്ന മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമം തകർത്ത് ദുബായ് പോലീസ്. കുവൈറ്റ് പോലീസുമായി സഹകരിച്ചായിരുന്നു ധാന്യ ചാക്കുകളിൽ ക്യാപ്റ്റഗൺ ഗുളികകൾ ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം പോലീസ് തകർത്തത്. പരിശോധന ഒഴിവാക്കാനും സംശയം തോന്നാതിരിക്കാനും 5 കണ്ടെയ്നറുകളിലായാണ് മയക്കുമരുന്ന് വിതരണം ചെയ്യാനെത്തിച്ചിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് മയക്കുമരുന്ന് സംഘം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചായിരുന്നു പോലീസ് ഇടപെടൽ. ഒരു അറബ് രാജ്യത്തിന്റെ തുറമുഖം വഴി എത്തിയ മയക്കുമരുന്നുമായി ബന്ധമുള്ള 3 അറബ് പൗരന്മാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുതിയ ഡയറക്ടർ ബോർഡ് ചെയർമാനെയും ഗ്രൂപ്പ് സിഇഒയെയും പ്രഖ്യാപിച്ച് ആഗോള ലോജിസ്റ്റിക് ഭീമന്മാരായ ദുബായ് DP വേൾഡ്. എസാ കാസിം ചെയർമാനായും ഇന്ത്യക്കാരനായ യുവരാജ് നാരായൺ സിഇഒയായും ചുമതലയേൽക്കും. ഇന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് കമ്പനി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് പുതിയ നിയമനങ്ങളെന്ന് DP വേൾഡ് അറിയിച്ചു. നിലവിൽ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിന്റെ ഗവർണറായും ദുബായ് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയായ ബോർഡ്സ് ദുബായിയുടെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു വരികയാണ് എസാ കാസിം. സാമ്പത്തിക രംഗത്ത് വിപുലമായ പരിചയസമ്പത്തുള്ള ഇദ്ദേഹം UAE-യിലെ നിരവധി നിർണായക ദേശീയ സ്ഥാപനങ്ങളിൽ മുതിർന്ന നേതൃസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആഗോള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും വ്യാപാര ലോജിസ്റ്റിക്സ് മേഖലയിലെ മുൻനിര കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിലും പുതിയ നേതൃത്വം നിർണായകമാകും. UAE-യിൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ AI ഉപയോഗം വിലക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അമിതമായി ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും ബാധിക്കുന്നുവെന്ന കണ്ടെത്തലാണ് വിലക്കാൻ കാരണം. അടിസ്ഥാന പാഠങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ പഠിച്ചെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നിയന്ത്രണം. 14 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾ സ്കൂളിൽ AI ഉപയോഗിക്കുന്നത് രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള അനുമതി പത്രം നിർബന്ധമാക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ ഒരിടത്തും AI ടൂളുകൾ പഠനത്തിനായി ഉപയോഗിക്കാൻ പാടില്ല. വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടില്ലാത്ത AI വെബ്സൈറ്റുകളോ ആപ്പുകളോ സ്കൂളുകളിൽ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. അതേസമയം കിൻഡർഗാർട്ടൻ മുതൽ ഗ്രേഡ് 12 വരെയുള്ള പാഠ്യപദ്ധതിയിൽ ഈ വർഷം AI ഉൾപ്പെടുത്തിയതിനാൽ അവ പഠിപ്പിക്കാം. നിയമം ലംഘിക്കുന്ന വിദ്യാർത്ഥിക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകുകയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുകയും ചെയ്യും. പരീക്ഷകളിൽ AI ഉപയോഗിച്ചാൽ പ്രസ്തുത പരീക്ഷയിൽ നിന്നും വിദ്യാർത്ഥിയെ അയോഗ്യനാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ വിദ്യാർത്ഥിയെ താൽക്കാലികമായി സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. NTV UAE to the world.